ടി മഹേഷ് പണിക്കറിലേക്കാണ് പോകുന്നത്. ശ്രീ മഹേഷ് പണിക്കർ, ഇവിടെ ഈ വലിയ ബഹളത്തിനിടയിൽ അങ്ങ് പറഞ്ഞതൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. എന്താണ് ഈ കൊടിമരം മാറ്റലുമായി അവിടെ നടന്നത്? ഈ കൊടിമരത്തിന് ഏതെങ്കിലും വിധത്തിൽ പ്രശ്നമുണ്ടായിരുന്നോ? അതിൻ്റെ ചുവട്ടിൽ ചിതലരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആ കൊടിമരം മാറ്റാനൊക്കെ തീരുമാനമെടുക്കുന്നത് ദേവസ്വം ബോർഡ്. അത് ദേവസ്വം ബോർഡല്ല. അതിനകത്ത് നമ്മളെ ഈ ഒരു കേടുപാടുകൾ സംഭവിക്കുമ്പോൾ കേടുപാടുകൾ ആദ്യം നിശ്ചയിക്കുന്ന തന്ത്രിയുടെ സൈഡിൽ നിന്നാണ് അങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത്. അതായത് ഉറുമ്പരിച്ചു, ഇതിപ്പോ മറിഞ്ഞു വീഴും, ഇത് മരമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ ആ ഒരു ആരംഭം വന്നിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അതിന്റെ ആ ഒരു ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി ഒരു ദേവപ്രശ്നം നടത്തുന്നത്. ആ ദേവപ്രശ്നത്തിലാണ് ഈ പറഞ്ഞ ഈ ഉറുമ്പരിക്കുന്ന സംഭവം ഇത് മാറ്റണമെന്ന് പൂർണ്ണമായിട്ടും തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അത് കോൺക്രീറ്റ് നിർമ്മിച്ചതാണെന്നും അത് യാതൊരു കാരണവശാലും ഉറുമ്പരിക്കത്തില്ലെന്നും അതിന് യാതൊരു കേടുപാടുകളില്ലെന്നും വ്യക്തമായിട്ട് ഇവർക്ക് അറിയാവുന്നതാണ്. ഈ സത്യം പറഞ്ഞാൽ ശബരിമലയിൽ നടക്കുന്ന എല്ലാ കൊള്ളയ്ക്കും പിറകില് ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ തന്നെ നമുക്കറിയാം. വാതിൽ കേടായി, വാതിലിനകത്തോട് എലി കയറുന്നു, വാതിൽ മാറ്റണം. അതുപോലെ ഇതിനകത്തെ സ്വർണം പോയി, സ്വർണം മാറ്റണം. അതുപോലെ ദ്വാരപാലക ശില്പം നാണയം എറിഞ്ഞ് അതിനകത്ത് ചളുക്കം വന്നു, അങ്ങനെ പ്രശ്നം വന്നു, അത് മാറ്റണം. അങ്ങനെ ഓരോ കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ ഉണ്ടാക്കുന്ന ഇവർക്ക് ഒരു സ്പോൺസറെ കിട്ടുമ്പോഴാണ് ഈ കാരണം വരുന്നത്. ഇത് ഇളക്കാനൊരു അനുമതി ആയിക്കഴിഞ്ഞാലേ ഇവർക്ക് മാറ്റാൻ പറ്റൂ. അപ്പം കലാകാലങ്ങളിലുള്ള എല്ലാ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും അതുപോലെ ഭരണക്കാരെയും എല്ലാം ഇവർ ഇടതും വലതും ആൾക്കാരെ ഇവർ അതിനകത്ത് അവരുടെ ഒന്നി പങ്കാളികളാക്കിയിട്ടുണ്ട്, അല്ലെ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിലാണെങ്കിലും ഇവരെല്ലാം പെട്ടിട്ടാണ് ഈ കൊള്ളകളെല്ലാം നടത്തിയത്. ശബരിമലയിൽ നടന്ന ഏറ്റവും ഉഗ്രമായ കൊള്ള എന്ന് പറയുന്നത് ഈ ദ്വാരപാലക പാളികളെക്കാട്ടിലും മേളിൽ കൊടിമരമാണ്. ഒരു കുറ്റവും ഇല്ലാത്ത, ഒരു കുറവും ഇല്ലാത്ത കൊടിമരം ഇപ്പൊ ഇതാ വീണ് പോകുന്നു എന്നും പറഞ്ഞിട്ട് ഒരു ദേവപ്രശ്നം നടത്തിയ കൊടിമരം മറ്റേ ആ വാജിവാഹനം എടുത്ത് അദ്ദേഹം കൊണ്ടുപോയി അഷ്ടദിക്പാലകരും മറ്റേ ഇതുമൊക്കെ ഇപ്പൊ സ്ട്രോങ് റൂം ഉണ്ടെന്ന് പറയുന്നത്. ഉണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പൊ ഈ പൂശി വെച്ചിരിക്കുന്ന പോലത്തെ എന്താ പറയുക പ്രഹസനം മാത്രമായിരിക്കും. ഇപ്പൊ നമ്മുടെ ഒറിജിനൽ ദ്വാരപാലക പാളികളൊക്കെ ഇരിക്കുന്ന പോലത്തെ സംഭവങ്ങളാണ്. കാര്യം ഇത് കോടാനുകോടി രൂപയുടെ കൊള്ളയാണ്. കാര്യം ഇതിന്റെ ഒരു വില എന്നൊക്കെ പറഞ്ഞാൽ ഈ വാജിവാഹനത്തിന്റെ ഒക്കെ വില എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട, അത് അമൂല്യമായിട്ടുള്ളൊരു സംഭവമാണ്. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഇപ്പൊ SIT സംഘം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ആ വാജിവാഹനം പിടിച്ചു എന്ന് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പരശുരാമൻ കൊണ്ടുവന്ന ആ രീതിയിലാണ്, ത്രേതായുഗത്തിലാണ് ഇവരെ അവിടെ അവതരിച്ചിട്ടുള്ളത് ശബരിമലയിൽ. ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇവരെടുത്തിരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലെയും വാജിവാഹനമോ അല്ലെ ഗരുഡവാഹനമോ അല്ലെ നന്ദിവാഹനമോ അല്ലെ കൊടിമരത്തിന്റെ മേളെ മാത്രമാണ് അല്ലെ മറ്റു വിഗ്രഹങ്ങൾ, ഇതെല്ലാം ഇവരുടെ ഒരു വീട്ടിൽ കാണേണ്ടതല്ലേ? ഈ ഒരു എണ്ണം മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ബാക്കി എത്രമാത്രം ഇത് ഇവരിങ്ങനെ ആചാര അനുഷ്ഠാനമായിട്ട് എടുക്കുന്നതാണെങ്കിൽ ഇതെല്ലാം അവിടെ കാണേണ്ടതല്ലേ? അപ്പൊ ചില ക്ഷേത്രങ്ങളിൽ നിന്ന് ഇവർക്ക് ഇങ്ങനത്തെ സ്വാധീനം വെച്ച് എടുക്കാൻ പറ്റുന്ന അവരെടുക്കുന്നു. ചില ക്ഷേത്രങ്ങളിലെ ക്ഷേത്രാധികൃതർ നട്ടലുള്ളവരാണ്, അവർ കൊടുക്കുന്നില്ല. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ രണ്ട് രീതിയിലുള്ള ക്ഷേത്രങ്ങളുണ്ട്. നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഊരാഴ്മയുള്ള ക്ഷേത്രമുണ്ട്, പൊതുവായിട്ടുള്ള ദേവസ്വത്തിന്റെ ക്ഷേത്രങ്ങളുമുണ്ട്. ശബരിമല ക്ഷേത്രം പൊതുവായിട്ടുള്ള ക്ഷേത്രമാണ്. എന്നാൽ ശ്രീവരാഹം പോലത്തെയും അല്ലെ മറ്റു പല ക്ഷേത്രങ്ങളൊക്കെ പറഞ്ഞാൽ ഊരാഴ്മയുള്ള ക്ഷേത്രങ്ങളാണ്. ഊരാഴ്മയുള്ള ക്ഷേത്രങ്ങളിൽ ചിലയിടത്ത് ഈ തന്ത്രിമാർക്കുള്ള അവകാശം എന്ന് പറഞ്ഞിട്ട് തന്ത്രസംഹിതയിലൊക്കെ പറയുന്നുണ്ട്. അത് പക്ഷേ പൊതുക്ഷേത്രത്തിലല്ല. ശബരിമല ക്ഷേത്രം ഒരു പൊതുക്ഷേത്രമാണ്. ഇതിനകത്ത് ഒരു തന്ത്രിക്കും ഊരാഴ്മ കൊടുത്തിട്ടുള്ളതല്ല. അപ്പം അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റ് വേറൊരു സംവിധാനത്തിലുള്ള ഒരു നിയമത്തെ എടുത്ത് ഇങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് ഇവരെടുത്തുകൊണ്ട് പോകണം. മാത്രമല്ല 2012 വ്യക്തമായിട്ട് രാജഗോപാൽ സാർ, ഞാൻ ഇന്നും അദ്ദേഹത്തോട് സംസാരിച്ച് കൺഫേം ചെയ്തതാണ്, വ്യക്തമായിട്ട് ബോർഡിന്റെ തീരുമാനമുണ്ട്. ഈ തന്ത്രിയുടെ വേതന വ്യവസ്ഥകളെ കുറിച്ചൊരു തീരുമാനമുണ്ട്. 400 രൂപ എന്നുള്ള ശമ്പളം 1500 രൂപയാക്കുകയും ഒരു മുണ്ടെന്നുള്ളത് 5-6 മുണ്ടാക്കുകയും ചെയ്തിട്ടുള്ള രീതിയിൽ ഇവരുടെ അടിയന്തരാദി കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള വേതനം നിശ്ചയിച്ചിട്ടുണ്ട്. ആ കരാർ 2012 ചെയ്തിരിക്കുന്നതാണ്. ആ കരാർ പ്രകാരം ആ കരാറിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതുപോലത്തെ ഉരുപ്പടികൾ ഈ പറയുന്ന കൊടിമര പ്രതിഷ്ഠയോ അല്ലെ ദേവന്റെ വിഗ്രഹം മാറ്റി പെലികറി എന്ന് പറഞ്ഞ ശബരിമല ക്ഷേത്രം മാറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വിഗ്രഹം ഇവർക്ക് അവകാശപ്പെട്ടതാണ്. ഇവർ പറയുന്ന നിയമം വെച്ചിട്ട് സമ്മതിക്കാൻ പറ്റുന്നതാണോ? അപ്പം അങ്ങനത്തെ ഒരു നിയമം ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് എഴുതി രേഖയുള്ളതാണ്, ബോർഡിന്റെ തീരുമാനമുള്ളതാണ്. അപ്പം അതേ തീരുമാനമുള്ളപ്പോൾ വെറും 5 വർഷം കഴിഞ്ഞ് 2017 ഇത് ഇളക്കുമ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചുപോയി. പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം മരിച്ചുപോയി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലോട്ട് ആരോപിച്ചിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് എടുത്തു കൊടുത്തു എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അന്നൊരു ബോർഡ് തീരുമാനം വേണം. ബോർഡ് തീരുമാനം വേണം. നേരത്തെയുള്ള തീരുമാനത്തിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു തീരുമാനം വേണം. ഇങ്ങനെ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് തെറ്റാണെങ്കിൽ പോലും. പിന്നെ ഇതിനെക്കാട്ടിലും അങ്ങനെ കൊടുത്തെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അവിടെ ഒരു ഓഫീസ് ഉണ്ടെന്നേ. ഇത് എന്തുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന് ഇത് മറ്റാരും ഉപയോഗിക്കാതിരിക്കാൻ? അങ്ങനെയാണെങ്കിൽ പോലും ലോജിക്കലി അദ്ദേഹത്തിന് അവിടെ ഒരു ഓഫീസ്, വീട്, കുളിമുറിയും കക്കൂസും ഒക്കെ ഉള്ള ഒരു ഓഫീസുണ്ട്. അവിടെ അല്ലേ വെക്കണ്ടേ? ശബരിമല സന്നിധാനത്തു നിന്ന് ഒരു ഉരുപ്പടിയും ഒരു സ്വർണ്ണ ഉരുപ്പടിയും ആ സന്നിധാനത്തിന് താഴെ പോരുന്ന വേറൊരു നിയമമുണ്ട്. ബോർഡിന്റെ നമ്മുടെ നിയമങ്ങളിലുള്ളതാണ്. അപ്പം അതെന്തിനാ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി? വീട്ടിലല്ലല്ലോ വെക്കണ്ട, അദ്ദേഹത്തിന്റെ ഓഫീസ് ഉണ്ട്, അവിടെ അല്ലേ വെക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ പോലും, ഞാൻ അങ്ങനെ ഒരു വാദഗതിക്ക് വേണ്ടിയാണെങ്കിൽ പോലും, അപ്പൊ തീർച്ചയായിട്ടും അതൊരു കൊള്ളയാണ്. ആ കൊള്ള ഇപ്പൊ വെളിച്ചത്ത് വന്നിരിക്കുന്നു. അപ്പം അതിന്റെയൊക്കെ കാരണം കൊണ്ടായിരിക്കും. കാര്യം അത് മുതൽ നാശമാണ്. നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ വെള്ളപ്പൊക്കം, കൊറോണ, അല്ലെങ്കിൽ ശബരിമല ശ്രീപ്രവേശം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ടാണ്. ശബരിമലയ്ക്ക് സമാധാനം കിട്ടിയിട്ടില്ല. ഈ ഇരിക്കുന്ന വാജിവാഹനം ഒറിജിനൽ കണ്ടെത്തി ആ ഒരു
ഒരു സാധനം ഉരുക്കി വല്ല മണിയോ അല്ലെങ്കിൽ വല്ല കലശക്കുടവോ പാത്രമോ ആക്കി അതിനെ നശിപ്പിക്കാതെ ശബരിമലയ്ക്ക് സമാധാനം കിട്ടത്തില്ല. ഇദ്ദേഹം ഇപ്പൊ പോലും ഈ ഉത്തര നക്ഷത്രത്തിൽ ജയിലിൽ പോയി കിടക്കുന്ന പോലും അതിന്റെയൊക്കെ ഇതാണ് കാര്യം. അത്രയ്ക്ക് ആ ഒരു എന്താ പറഞ്ഞ ചൈതന്യത്തിന് ലോപം വരുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിസ്സാര പണത്തിന്റെ പേരിലല്ല, അത് പണത്തിന്റെ ഇതല്ല, അതൊരു ചൈതന്യമാണ്. നമ്മൾ വേറെണ്ണത്തിനെ വെക്കുമ്പോഴത്തേക്ക് അത് തന്നെ തിരിച്ച് പ്രതിഷ്ഠിച്ചാൽ മതിയായിരുന്നു. അതിനു മുമ്പ് പ്രാക്കുളം ബാസി അദ്ദേഹം ഈ കൊടിമരം 1971 72 ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ അതിനു മുമ്പുള്ള ഒരു ചെമ്പിലുള്ള കൊടിമരത്തിന്റെ മേലുള്ള വാഹനം തന്നെ പൂശി വെച്ചതേ ഉള്ളൂ. അപ്പം ഇപ്രാവശ്യം അവർക്ക് അത് ചെയ്യായിരുന്നു. ആ അഷ്ടതിക്ക് ഇതും അതുപോലെ യൂസ് ചെയ്യായിരുന്നു. ഇവരിത് നേരെ ഒരു കച്ചവടം എന്നുള്ള രീതിയിൽ ഇത്